പി എൻ പണിക്കരുടെ പ്രത്യേകത നമ്മളെല്ലാവരും കണക്കാക്കുന്നത് മലയാളിയെ വായിക്കാൻ പഠിപ്പിച്ച വ്യക്തി എന്നതാണ്. തൻ്റെ ജന്മനാടായ നീലമ്പേരൂരിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു ഗ്രന്ഥശാല അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് പൊതുരംഗത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രന്ഥശാലകൾ, ആ ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മക്കായി പി എൻ പണിക്കർ നല്ല പരിശ്രമം നടത്തുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിരുന്നു പിന്നീട് രൂപീകൃതമായ കേരള ഗ്രന്ഥശാല സംഘം. അതിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചതും അദ്ദേഹം തന്നെയാണ്. കേരളത്തിലെമ്പാടും ഗ്രന്ഥശാലകൾ രൂപീകരിക്കുന്നതിനും അവയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി പി എൻ പണിക്കർ നടത്തിയ പരിശ്രമങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇക്കാലത്തും പ്രസക്തമായതാണ്: വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ഇതാണ് അദ്ദേഹം ഉയർത്തിയിരുന്ന മുദ്രാവാക്യം. ഒരു ചടങ്ങ് എന്നതിലുപരി ആധുനിക കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് ഓരോ വായനാ ദിനാചരണം. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന അവസ്ഥയായിരുന്നില്ല മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും സ്കൂളിൽ പോകുന്നവരാണ്, പഠിക്കുന്നവരാണ്. പഠിക്കാത്ത, സ്കൂളിൽ പോകാത്ത കുട്ടിയെ സാധാരണഗതിയിൽ നമുക്ക് കാണാനേ കഴിയില്ല. പക്ഷെ ഇതായിരുന്നില്ല പണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികൾ, അങ്ങനൊരു കാലവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് അറിയണം. ഇവിടെ അക്ഷരം നിഷേധിക്കപ്പെട്ട വലിയൊരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ അക്ഷരാഭ്യാസം നടത്താൻ പാടില്ല അവർ. അപ്പോൾ അവർക്ക് അത് നിഷിദ്ധമായിരുന്നു. അങ്ങനൊരു കാലത്ത് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ, എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ ധാരാളമായിരുന്നു. അത്തരമൊരു കാലത്ത് വായനക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നീക്കിയപ്പോൾ ആദ്യം വേണ്ടത് ഈ ആളുകളെ അക്ഷരം പഠിപ്പിക്കലായിരുന്നു. അതിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യസമരകാലത്തൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിൽ